New Srivari Auto Finance near Valluvanadu Hospital, Grand Mall Complex, Sottapalam. Phone number 9656444458, 9656444457. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളൽ. ജില്ലയിൽ പിഴയിട്ടത് 13 ലക്ഷം രൂപ. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളിയതിന് ജില്ലയിൽ 10 മാസത്തിനകം 13,79,000 രൂപ പിഴ ചുമത്തി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനയിൽ 135 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5.25 ലക്ഷം രൂപ പിഴയിനത്തിൽ ലഭിച്ചു. 2023 മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള കണക്കാണിത്. ഹോട്ടൽ മാലിന്യം, അറവ് മാലിന്യം എന്നിവ പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞതിനും മലിനജലം ജലാശയങ്ങളിലേക്ക് ഒഴുക്കിയതിനുമാണ് ഏറ്റവും കൂടുതൽ കേസ് എടുത്തിരിക്കുന്നത്. വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ, ഇറച്ചിക്കടകൾ, ഹോട്ടലുകൾ, കൺവെൻഷൻ സെന്ററുകൾ തുടങ്ങിയവയെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ സ്കൂളുകൾ, ആശുപത്രികൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ഇടവിട്ട് പരിശോധനയുണ്ട്. 2 സംഘമായി തിരിഞ്ഞാണ് ജില്ലയിൽ സ്ക്വാഡിന്റെ പ്രവർത്തനം. ചിറ്റൂർ, നെമ്മാറ, കൊല്ലങ്കോട്, കഞ്ചിക്കോട്, വടക്കഞ്ചേരി, തൃശൂർ ഭാഗം വരെയുള്ള പ്രദേശങ്ങളിലേക്ക് ഒരു സ്ക്വാഡും, ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം, മണ്ണാർക്കാട്, പട്ടാമ്പി, അട്ടപ്പാടി വരെയുള്ള മേഖലയിൽ 2ാമത്തെ സ്ക്വാഡും പ്രവർത്തിക്കുന്നു. ജില്ലാ ശുചിത്വ മിഷൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനൊപ്പം മലിനീകരണ നിയന്ത്രണ ബോർഡിലെ സാങ്കേതിക വിദഗ്ധരും പോലീസും തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ക്വാഡിലുണ്ട്. പിഴ അടയ്ക്കാത്തവർക്കെതിരെ ജപ്തി നിയമപ്രകാരം കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ശുചിത്വ മിഷൻ അധികൃതർ പറഞ്ഞു. ആഴ്ചയിൽ 3 ദിവസമെന്ന തോതിൽ പഞ്ചായത്ത് വിങ്ങിന്റെ പരിശോധനയും കർശനമാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർ, പഞ്ചായത്ത് അധികൃതർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരടങ്ങിയ സംഘമാണ് പഞ്ചായത്ത് തലത്തിലുള്ളത്. ഇനി വീട്ടിലിരുന്ന് വൈദ്യുതി ബിൽ അടയ്ക്കാം. മീറ്റർ റീഡർമാർ നേരിട്ടെത്തി പണം സ്വീകരിക്കുന്ന സംവിധാനവുമായി KSEB. വീട്ടിലിരുന്ന് വൈദ്യുതി ബിൽ അടയ്ക്കാനുള്ള സംവിധാനം വരുന്നു. മീറ്റർ റീഡർമാർ സ്വൈപ്പിംഗ് മെഷീനുമായി നേരിട്ടെത്തും. മാർച്ച് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് KSEBയുടെ ആലോചന. മീറ്റർ റീഡർമാർ കാർഡ് സ്വൈപ്പിംഗ് മെഷീനുകളുമായി വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി പണം സ്വീകരിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കുക. ഉപയോക്താക്കൾക്ക് ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ വഴിയും UPI പേയ്മെന്റ് വഴിയും പണമടയ്ക്കാനാകും. സംസ്ഥാനത്ത് 1.35 കോടി വൈദ്യുതി ഉപയോക്താക്കളിൽ 60% ഓൺലൈനായാണ് പണമടയ്ക്കുന്നത്. ഗൂഗിൾ പേ, ഫോൺ പേ വഴിയാണ് കൂടുതൽ ഇടപാടുകളും. നിലവിലെ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാത്തവർക്ക് കൂടി KSEB ഓഫീസുകളിൽ നേരിട്ടെത്താതെ പണമടയ്ക്കാനുള്ള സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യം. കാനറ ബാങ്കിന്റെ സഹകരണത്തോടെ 5000-ഓളം മെഷീനുകൾ വഴി പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് EMS ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. എന്നതിൽ ഒരു കൃത്യത വരുത്തേണ്ട യോഗമാണ് പദ്ധതി. പദ്ധതി ഇനിയും നമുക്ക് പരിപോഷിപ്പിക്കാനും വേണ്ടിയുള്ള സമയമുണ്ട്. വികസന സെമിനാർ, മറ്റു കാര്യങ്ങളെല്ലാം വരാനിരിക്കുന്നു. പദ്ധതി നമുക്ക് ഏറ്റവും സമഗ്രമായിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഇന്നത്തെ യോഗത്തിന്റെ പോരായ്മ പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഈ പങ്കാളിത്തം ഈ നിർബന്ധമായി പങ്കെടുക്കില്ല. വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ, കൺവീനർ, വൈസ് ചെയർമാൻ തുടങ്ങിയവ പങ്കെടുക്കാത്തതിനെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള അതേ അഭിപ്രായം തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചുള്ളത്. അക്കാര്യം നമുക്ക് ഗൗരവമായി കാണണം. എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മളെല്ലാവരും ചേർന്ന് നടത്തുക. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അക്കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമുണ്ട്. അത് ആ നിലയിലും നമുക്ക് കൈകാര്യം ചെയ്ത് പോകാം. വൈസ് പ്രസിഡന്റ് നസ്രീൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി ദേവി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാമകൃഷ്ണൻ, ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2024-25 ലഭിക്കാനിരിക്കുന്ന ബഡ്ജറ്റ് പ്രൊവിഷനും ഇതിനോടകം ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളുടെ അവസ്ഥാ വിശകലനവും വരും വർഷത്തെ കാഴ്ചപ്പാടുകളും സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചു. തുടർന്ന് 13 വിഷയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട ആശയങ്ങൾ കണ്ടെത്തുകയും ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് കൺവീനർമാരായ നിർവഹണ ഉദ്യോഗസ്ഥർ അവതരിപ്പിക്കുകയും ചെയ്തു. 20 വാർഡുകളിലെയും ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ,
അംഗൻവാടി പ്രവർത്തകർ, കില RP മുതലായവർ പങ്കെടുത്തു. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. ചിറ്റൂർ പുഴയ്ക്ക് കുറുകെയുള്ള റെഗുലേറ്റർ നിർമ്മാണം പൂർത്തിയായി. ജില്ലയിൽ കുടിവെള്ളത്തിനും ജലസേചനത്തിനുമുള്ള പ്രധാന ആശ്രയമായ ചിറ്റൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന വടകരപ്പള്ളി റെഗുലേറ്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ പെരുവെമ്പ് ഗ്രാമപഞ്ചായത്തിലെ പാലത്തുള്ളിയിലെ വടകരപ്പള്ളിക്ക് സമീപം ചിറ്റൂർ പുഴയ്ക്ക് കുറുകെയാണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. കിഫ്ബിയുടെ 19.84 കോടി രൂപ ഫണ്ടിൽ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് റെഗുലേറ്റർ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. മണ്ണിലെ ജലനിരപ്പ് നിലനിർത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അതോടെ ഇരുകരകളിലുമുള്ള പ്രദേശത്തെ കിണറുകൾ ജലസമ്പുഷ്ടമാക്കപ്പെടും. കൂടാതെ ചിറ്റൂർ പുഴയുടെ ആയക്കെട്ട് പ്രദേശത്ത് ജലലഭ്യത ഉറപ്പുവരുത്താനും കൂടിയ അളവിൽ കുടിവെള്ളം നൽകാനും സ്വകാര്യ പമ്പിങ്ങും ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം അനുവദിക്കുന്നതിലൂടെ നാണ്യവിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സാധിക്കും. റെഗുലേറ്ററിന്റെ പൂർത്തീകരണത്തോടെ രൂപപ്പെടുന്ന ജലസംഭരണി ഭാവിയിൽ ഫലപ്രദമായ രീതിയിൽ മത്സ്യകൃഷിക്ക് ഉപയോഗപ്പെടുത്താനാകും. പൂർണ്ണമായും വൈദ്യുതി ശക്തിയിലാണ് ഷട്ടറുകൾ പ്രവർത്തിക്കുന്നത്. ഇതിനാവശ്യമായ ജനറേറ്റർ സംവിധാനം ഏർപ്പെടുത്തുന്നുമുണ്ട്. 5 മീറ്റർ ഉയരവും 10 മീറ്റർ നീളവുമുള്ള 12 യന്ത്രവൽകൃത ഷട്ടറുകളും അതിനനുബന്ധമായ ഹോയിസ്റ്റിംഗ് ബ്രിഡ്ജും ഉൾപ്പെടുന്നതാണ് ഈ റെഗുലേറ്റർ. 144 മീറ്റർ നീളമുള്ള റെഗുലേറ്ററിന്റെ പൂർത്തീകരണത്തോടെ സംഭരിക്കപ്പെടുന്ന ജലം പൊൽപ്പുള്ളി, പെരുവെമ്പ് പഞ്ചായത്തുകൾക്കാണ് പ്രധാനമായും ഉപയോഗിക്കാൻ സാധിക്കുക. ഈ പഞ്ചായത്തുകളിലെ ഭക്ഷ്യനാണ്യ വിളകളുടെ ഉൽപ്പാദനത്തോത് വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. കൃഷിയെ പ്രധാന വരുമാന മാർഗമായി സ്വീകരിച്ച് ജീവിക്കുന്ന ഈ പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതും പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമാണ്. പുഴയുടെ ബെഡ് ലെവലിൽ നിന്ന് 5 മീറ്റർ ഉയരത്തിൽ ജലം ശേഖരിക്കുന്നതിലൂടെ 0.60 mm3 ജലം ലഭ്യമാക്കുകയും ഇത് ഏകദേശം 1200 മീറ്റർ നീളത്തിൽ ഒരു ചെറു ജലാശയം രൂപപ്പെടാൻ സഹായിക്കുകയും ചെയ്യും. നദിയുടെ ഇരുകരകളുടെയും സംരക്ഷണത്തിനായി കോൺക്രീറ്റ് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തികളാണ് നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ എല്ലാ ഘട്ടത്തിലും KIIDCയുടെയും മൂന്നാം കക്ഷിയുടെയും ഗുണനിലവാര പരിശോധന ഉയർന്ന ഗുണമേന്മ ഉറപ്പാക്കാൻ സഹായിച്ചു. പദ്ധതിയുടെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ KIIDCയുടെ ചീഫ് എഞ്ചിനീയർ, ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, പ്രൊജക്ട് കോർഡിനേറ്റർ, പ്രൊജക്ട് എഞ്ചിനീയർ എന്നിവരാണ്. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ ICDS സൂപ്പർവൈസറുടെ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസറുടെ കാര്യാലയം അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു വിഭാഗമാണ് അംഗനവാടി. അപ്പോൾ അതിന് അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഏത് തരത്തിൽ ഒരുക്കി കൊടുക്കാൻ കഴിയും. പലപ്പോഴും പഞ്ചായത്തുകൾക്കെല്ലാം ഫണ്ടുകൾ മുഴുവനായിട്ട് വിനിയോഗിച്ച് ചെയ്യാൻ കഴിയലില്ല. പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാലും നല്ലൊരു ശതമാനം ഫണ്ട് ഉപയോഗിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. എന്നാലും അത് പോരാതെന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. നമ്മൾ പലപ്പോഴും ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലുള്ള മീറ്റിങ്ങുകളിലെല്ലാം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. വനിതകൾക്കും ശിശുക്കൾക്കും ഭിന്നശേഷി വിഭാഗക്കാർക്കും വയോജനങ്ങൾക്കും സേവനം നൽകുന്ന ICDSന് പഞ്ചായത്ത് തലത്തിൽ ഒരു കാര്യാലയം വളരെ കാലത്തെ ആവശ്യമായിരുന്നു. പഞ്ചായത്ത് തല പദ്ധതി നിർവഹണം, അംഗൻവാടി മേൽനോട്ടം, പോഷകാഹാര വിതരണം, ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങൾ, ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള പദ്ധതി നടത്തിപ്പുകൾ, വയോജനങ്ങൾക്കുള്ള പദ്ധതി നടത്തിപ്പുകൾ, വിധവാ പെൻഷൻ പരിശോധന, ശിശു സംരക്ഷണ കമ്മിറ്റി പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വകുപ്പിന് പഞ്ചായത്ത് തലത്തിൽ ഒരു ഓഫീസ് സൗകര്യം ഒരുക്കി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ജനങ്ങൾക്ക് സമർപ്പിച്ചത് ശ്രദ്ധേയമായി. തൃത്താല നീർത്തട വികസനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം ചേർന്നു. സുസ്ഥിര തൃത്താല പ്രത്യേക നീർത്തട വികസന പദ്ധതിക്ക് വിവിധ വകുപ്പുകളുടെ ഏകോപനവും സംയോജനവും ആവശ്യമാണെന്ന്
MGNR EGS മിഷൻ ഡയറക്ടർ A. നിസാമുദ്ദീൻ അറിയിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ADMK മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുസ്ഥിര തൃത്താല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മാതൃകാ നീർത്തട പദ്ധതിയായി ഇതിനെ മാറ്റുന്നതിന് എല്ലാ വകുപ്പുകളുടെയും ഇടപെടലിലൂടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണം. കേരളത്തിലെ 2 നിയോജക മണ്ഡലങ്ങളിലാണ് ഈ വർഷം ഇത്തരത്തിലുള്ള നവീന പദ്ധതി അവതരിപ്പിക്കുന്നത്. നീർത്തടങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ വകുപ്പിനും എന്ത് ചെയ്യാൻ കഴിയുമെന്നത് സംബന്ധിച്ച് കൃത്യമായ പദ്ധതി ആവശ്യമാണെന്നും യോഗം വിലയിരുത്തി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഓണം അവധിയിൽ തൃത്താലയിൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്താനും യോഗത്തിൽ തീരുമാനമായി. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിയോജക മണ്ഡലത്തിലെ സാധ്യമായ എല്ലാ അംഗൻവാടികളിലും 2024 മാർച്ച് 22-നകം റീചാർജിംഗ് ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. സ്കൂൾ, കോളേജ്, ആശുപത്രികൾ കേന്ദ്രീകരിച്ച് കിണർ റീചാർജിംഗ് നടത്താൻ ഭൂഗർഭ ജലവകുപ്പിന് യോഗത്തിൽ നിർദ്ദേശം നൽകി. പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ 50,675 തെങ്ങിൻ തൈകൾ നട്ടിട്ടുണ്ട്. തെങ്ങിൻ തൈ നടീൽ പ്രവൃത്തി മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി യോഗം വിലയിരുത്തി. പദ്ധതിയുടെ ഭാഗമായി ഗ്രാമസഭകൾ സമയബന്ധിതമായി നടത്താനും യോഗത്തിൽ നിർദ്ദേശം നൽകി. നിലവിൽ ആനക്കര ഒഴികെയുള്ള പഞ്ചായത്തുകളിൽ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രത്യേക ഗ്രാമസഭകൾ നടന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ സുസ്ഥിര തൃത്താലയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ നിർവഹണ അവലോകനവും അടുത്ത വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളുടെ പ്ലാനുകളും ചർച്ച ചെയ്യുന്നതിനായി ശില്പശാല നടത്തും. യോഗത്തിൽ നവകേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ P. സെയ്തലവി, തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രതിനിധി സുധീഷ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഫോസ്റ്റാക് ക്ലാസ് സംഘടിപ്പിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഒറ്റപ്പാലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫോസ്റ്റാക് ക്ലാസും ഹെൽത്ത് ക്യാമ്പും സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം CSN ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ VK പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളിൽ കളർ ചേർത്താൽ ആരോഗ്യത്തിന് ബുദ്ധിമുട്ട് വരും, കാർസിനോജൻസ് വരും, ക്യാൻസർ ഉണ്ടാക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ നൽകാത്തതും അവർക്കത് കൊടുത്തതും. യഥാർത്ഥത്തിൽ എയിൽ ഉപയോഗിക്കാൻ പാടില്ല. എയിൽ ഉപയോഗിച്ചാൽ എന്താണ്? കളർ തെറ്റാണ് അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ വെറുതെ ഒരു കുട്ടികൾ, ഇവിടെ ചെറിയ കുട്ടികളില്ല, ചിലവരൊക്കെ ചെറിയ കുട്ടികൾ വരും, നമ്മളാ കുട്ടികളോട് ചോദിക്കും ലഡുവിന്റെ കളർ എന്താ വെച്ചാൽ കുട്ടികൾ എന്താ പറയാ? മഞ്ഞാന്നായിരിക്കില്ല ആദ്യം പറയാം. യഥാർത്ഥത്തിൽ ലഡു ഉണ്ടാക്കിയ മഞ്ഞ കളർ കിട്ടുമോ? ഇല്ല. ലഡുവിന് മഞ്ഞ കളർ കിട്ടണമെങ്കിൽ മഞ്ഞ ചേർക്കുന്ന വേണമല്ലേ? മഞ്ഞ കളർ ചേർക്കണം. ജിലേബിക്ക് ചുമപ്പ് കിട്ടണമെങ്കിൽ എന്താണ്? ചുമപ്പ് കളർ ചേർക്കണം. മൈസൂർ പാക്ക് ആയിക്കോട്ടെ, എന്ത് നമ്മൾ കാരറ്റ് മൈസൂർ പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? നമ്മള് ഈ ഒറ്റപ്പാലം അത്യാവശ്യം ദൂരത്തായിട്ട് എനിക്കറിയില്ല, നമ്മളെ കോയമ്പത്തൂരിന്റെ അടുത്താണല്ലേ ഏകദേശം പാലക്കാട് ജില്ല. അപ്പൊ ആ ഭാഗത്തൊക്കെ അതിൻ്റെ ഒരു വാസന അടിക്കും. പാലക്കാട് സ്വീറ്റ്സ് ഇങ്ങോട്ട് ഇങ്ങനെ വരും. ഓല് ഈ ക്യാരറ്റ് മൈസൂർ പാക്ക് എന്നൊക്കെ പറഞ്ഞു വരും. എന്തായിരിക്കും ബീട്രൂട്ട് മൈസൂർ പാക്ക്, ആപ്പിൾ മൈസൂർ പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ കളർ തേക്കാൻ ആ ഫ്രൂട്ടിന്റെ അതേ കളറായിരിക്കും. യഥാർത്ഥത്തിൽ ഒരു ക്യാരറ്റ് മൈസൂർ പാക്ക് ഒന്നും ഉണ്ടാക്കിയാൽ ക്യാരറ്റിന്റെ ഓറഞ്ച് കളർ കിട്ടുമോ? ഇല്ല. ഇതിൽ കളർ ചേർക്കുക. ഇങ്ങനെ കളർ സ്വിച്ചിലൂടെ ചേർക്കാൻ അവകാശമുള്ളതുകൊണ്ട് ചേർക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇതെന്താണ്? കളറാണ്. അതിന് ആരോഗ്യപരമായിട്ട് യാതൊരു എന്തില്ല ഉപകാരങ്ങളില്ല. ഉപകാരമില്ല എന്ന് മാത്രമല്ല, ക്യാൻസർ ഉണ്ടാക്കുന്ന ഒന്നും കൂടിയാണ് ഇത് കളർ. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കളർ ഉണ്ടല്ലോ ഫുഡിൽ, നിങ്ങളെല്ലാവരും ഇപ്പൊ ബുഷ് കളറല്ല ഉപയോഗിക്കുക. ആ ചതുരത്തിന്റെ ടിന്നിന്റെ ഈ സാധനത്തിന് അസോ ഡൈ എന്നൊരു പേര് കൂടി കിട്ടും. എന്താ പേര്? അസോ ഡൈ. KHRA യൂണിറ്റ് പ്രസിഡന്റ് P. ഇസ്മയിൽ, സെക്രട്ടറി M. സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ്
പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി ബിൽ ലാഭമാക്കാൻ സൗരോർജ്ജ പദ്ധതി ഒരുങ്ങുന്നു. ഒരു കുടുംബത്തിൽ ഏകദേശം ഒരു 3 കിലോ വാട്ടിൻ്റെ ആണെങ്കിൽ ഒരു വർഷം ഒരു 12,000 രൂപ ചെലവിൽ നമുക്ക് കമ്മിയാക്കാം. ഇലക്ട്രിസിറ്റിയുടെ ചെലവ്, ഇഞ്ചക്ഷൻ കുക്കറിൽ ഗ്യാസിൻ്റെ ചിലവ് കമ്മിയാക്കി ഏകദേശം 12,000 രൂപ, 12,600 രൂപ 3 കിലോ വാട്ട്. ഇതൊരു മാസം 1,200 രൂപയുള്ള ബില്ല് വരുന്ന വീടുകളിൽ 12,200 രൂപ ഒരു വർഷം ലാഭം ഉണ്ടാക്കാൻ സാധിക്കും, ചിലവ് കമ്മിയാക്കാൻ സാധിക്കും. ഇതൊരു വലിയ വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ 1000 രൂപ പെട്രോൾ അടിക്കുന്ന അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്ന ഒരു വാഹനത്തിന് 100 രൂപയുണ്ട്, അതിൻ്റെ ചിലവ് കമ്മിയാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കുടുംബച്ചെലവ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് ജനങ്ങളതിൽ കൂടുതൽ വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് ഊർജ്ജ മിഷൻ്റെ ഭാഗമായി 1000 മെഗാവാട്ട് സൗരോർജ്ജം സംസ്ഥാനത്തെ വൈദ്യുതി ശൃംഖലയിൽ കൂട്ടിച്ചേർക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതിയാണ് സൗര പദ്ധതിയുടെ ഭാഗമായി 500 മെഗാവാട്ട് പുരപ്പുര സൗര നിലയങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. സൗര പുരപ്പുര സോളാർ പദ്ധതി 2 ഘട്ടങ്ങളായാണ് നടപ്പാക്കുന്നത്. എല്ലാതരം ഉപഭോക്താക്കൾക്കും പങ്കാളികളാകുന്ന പദ്ധതിയാണ് ഫേസ് 1 നോൺ സബ്സിഡി സ്കീം. ഈ പദ്ധതിയിൽ നിലവിൽ 21.4 മെഗാവാട്ടിന്റെ 1837 നിലയങ്ങൾ പൂർത്തീകരിച്ചു. സൗര 2ാം ഘട്ടം സബ്സിഡി പദ്ധതി ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രമുള്ളതാണ്. ഇതിൽ 1 മുതൽ 3 മെഗാവാട്ട് ശേഷിയുള്ള നിലയങ്ങൾക്ക് 40% സബ്സിഡിയും 4 മുതൽ 10 മെഗാവാട്ട് വരെ ശേഷിയുള്ള നിലയങ്ങൾക്ക് ആദ്യത്തെ 3 കിലോവാട്ടിന് 40%, തുടർന്നുള്ള ഓരോ കിലോവാട്ടിന് 20% സബ്സിഡിയുമാണ് നൽകുന്നത്. 10 കിലോവാട്ടിന് മുകളിൽ സബ്സിഡി ഇല്ല. എന്നാൽ ഹൗസിംഗ് സൊസൈറ്റികൾക്ക് 10 കിലോവാട്ടിന് മുകളിൽ 500 കിലോവാട്ട് വരെയുള്ള 20% സബ്സിഡി അനുവദിക്കുന്നുണ്ട്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് ഒറ്റപ്പാലം നോർത്ത് യൂണിറ്റ് സമ്മേളനം നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒറ്റപ്പാലം നോർത്ത് യൂണിറ്റിന്റെ 7ാം വാർഷിക പൊതുയോഗം ഒറ്റപ്പാലം പെൻഷൻ ഭവനിൽ വെച്ച് നടന്നു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് കെ സുന്ദരേശൻ നിർവഹിച്ചു. മെഡിസിപ്പ് പദ്ധതിയിൽ നിലനിൽക്കുന്ന അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഓരോ സർവീസ് പെൻഷനേഴ്സിനും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ മാറ്റാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഏകദേശം 103 വയസ്സ് വരെയുള്ള ആളുകൾ ഇതിനകത്ത് അംഗങ്ങളാണ്. അപൂർവ ചില ഫാമിലി പെൻഷൻ ആയ ആളുകൾ മാത്രമാണ് ചെറുപ്പക്കാരായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സ് മുരടിച്ചു പോയ കുറേ ആളുകളെ മനസ്സ് ഉണർത്തിയെടുക്കുന്നതിനും ഇവരെ ഒരു സംഘമായി കൊണ്ടു നടക്കുന്നതിനും ഒക്കെ കൂടി ചേർന്നാണ് ഈ 1992 ഈ സംഘം ഉണ്ടായത്. ഈ സംഘം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ, സംഘ്, അങ്ങനെ പ്രാദേശികമായി 4-5 സംഘടനകൾ ഒന്നിച്ചു. അപ്പം മുഖ്യമന്ത്രിയുടെ അടുത്ത് മെമ്മോറാണ്ടം കൊണ്ട് കൊടുക്കുമ്പോഴേ മുഖ്യമന്ത്രി നോക്കുമ്പോൾ ഈ 4 ആളുകളും മുൻപിടുന്ന കാര്യങ്ങൾ ഒരേ ആവശ്യം. അതിങ്ങനെ വെച്ചിട്ട് അദ്ദേഹം വിളിച്ച് ചോദിച്ചു, നമ്മളെ നേതാക്കന്മാരെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഈ സംഘം ഒന്നാക്കി കൊടുക്കും. കാരണം ഈ പെൻഷൻകാർ 4-5 ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു. അങ്ങനെ അന്നത്തെ പ്രബലമായ രാഷ്ട്രീയ കക്ഷി, എല്ലാ പാർട്ടിയിലെ രാഷ്ട്രീയ കക്ഷിയിലെ നേതാക്കന്മാർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് 1992 ഈ സംഘടന രൂപം.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ഒറ്റപ്പാലം നോർത്ത് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ രത്നമ്മ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ടി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ മുഹമ്മദ് ബഷീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ആറുമുഖൻ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് രക്ഷാധികാരി ജി രാമചന്ദ്രൻ നായർ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി, ബ്ലോക്ക് കൗൺസിലർ എൻ കെ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സ്നേഹാരാമമൊരുക്കി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ഈസ്റ്റ് മനിശ്ശേരിയിൽ വഴിയോരത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ സ്ഥലം വൃത്തിയാക്കി സ്നേഹാരാമമൊരുക്കി മാതൃകയാവുകയാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തും TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികളും ചേർന്നാണ് റോഡിനോട് ചേർന്ന് മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സ്ഥലം ശുചീകരിച്ച് പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചത്. പ്രവൃത്തിയുടെ ഉദ്ഘാടനം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ നിർവഹിച്ചു. വഴിയരികിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് പ്രദേശത്ത് ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ വാർഡിൽ 2 ഹരിതകർമ്മ സേനാംഗങ്ങളെ തയ്യാറാക്കി 36 ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മളെ പഞ്ചായത്ത് പ്രദേശത്ത് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കണം. അതുപോലെ തന്നെ 2 MCF ആണെന്ന് പറഞ്ഞ് നമ്മൾ 2 MCF സ്ഥാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ വാർഡിലും മിനി MCF വേണം എന്നാവശ്യപ്പെട്ടു. 18 വാർഡിൽ ഇപ്പോൾ 23 മിനി MCF ആയിട്ടുണ്ട്. അതൊരു വാർഡിൽ 2 വീതം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷം എല്ലാ വാർഡിലും 2 മിനി MCF അതുപോലെ തന്നെ ഗവൺമെൻറ് ഇപ്പോൾ അവരുടെ ഇൻഷുറൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവർക്ക് ജോലി എടുക്കുന്ന സമയത്തുള്ള ഉപകരണങ്ങൾ ഇങ്ങനെ തുടങ്ങിയത് എല്ലാവർക്കും നമ്മൾ നിർത്തിവെച്ച് ആവശ്യമാണ്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രതീഷ്, വാർഡ് മെമ്പർ പ്രസീത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.